ഈ ബോൾ കട്ടിംഗ് മെഷീനിൽ ഓൾറെഡി നമ്മൾ ഇത്ര ഗ്രാം പറഞ്ഞാണ്ട് ഓരോ ബോൾ വെയിറ്റ് നമ്മൾ ചപ്പാത്തിക്കനുസരിച്ചുള്ള ബോൾ വെയിറ്റ് നമ്മൾ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്തതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി നമ്മൾ ഫില്ല് ചെയ്തതിനു ശേഷം ബോൾ കട്ടായിട്ട് ഇങ്ങനെ വരും. ഇതിലേക്ക് നമ്മൾ അതായത് ഇൻസ്റ്റൻറ്റ് ഗ്രൈൻഡർ എന്നുള്ള പുറത്താൽ ഒരു മീഡിയം സൈസിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആക്കിയതിന് ശേഷമാണ് ഒരു ഉയർന്ന പോലെ രൂപത്തിൽ നല്ല രീതിയിൽ ആക്കും. ഉയർന്നാണ് നമ്മൾ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയലും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഇളനാട് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് നമ്മൾ വന്നത്. അവർക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇളനാട് മിൽക്ക്, അതുപോലെ ഇളനാട് ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളവിടെ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഐസ്ക്രീമിൻ്റെ പ്രോസസ്സിങ്ങും മിൽക്കും, പിന്നെ അവരുടെ ആഗ്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോസസ്സ് നമുക്ക് നോക്കാം. സോ കം. യെസ്, അപ്പോൾ നമ്മൾ എത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. ഇവിടെ ആഗ്രോ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ ചപ്പാത്തിയും അതുപോലെ തന്നെ ദോശമാവുമാണ്. അപ്പോൾ ഇത് കയറി കണ്ട് ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്. ഇത് എന്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് അതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ നല്ല രീതിയിൽ ഇത് പ്ലേറ്റ് ഫോറിൻ്റെ ഗ്ലൂട്ടനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള റോ മെറ്റീരിയൽ റിസീവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഘട്ടത്തിലേക്ക് കടക്കുള്ളൂ. ഇവിടെ നമ്മൾ മിക്സിങ് നല്ല പ്രോപ്പറായിട്ട് കറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നല്ല പ്രോപ്പറായിട്ട് രീതിയിലുള്ള മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോൾ കട്ടിങ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ മെയിൻ പ്രോസസ്സിങ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടുന്ന് മിക്സിങ് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ബാക്കി നമ്മൾ കാര്യങ്ങൾ ഇതിലേക്ക് പോകുകയുള്ളൂ. പിന്നെ നമ്മൾ നേരെ ഇതിലേക്ക് ബോൾ കട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോകും. ഓക്കെ, നമ്മൾ ഈ ബോൾ കട്ടിംഗ് മെഷീനിൽ ഓൾറെഡി നമ്മൾ ഇത്ര ഗ്രാം പറഞ്ഞാണ്ട് ഓരോ ബോൾ വെയിറ്റ് നമ്മൾ ചപ്പാത്തിക്കനുസരിച്ചുള്ള ബോൾ വെയിറ്റ് നമ്മൾ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്തതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ബോൾ കട്ടായിട്ട് ഇങ്ങനെ വരും. ഇതിന് ശേഷമാണ് നമ്മൾ പ്രസ്സിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, ശരി. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സാണ് പ്രസ്സിങ്ങിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചപ്പാത്തിൻ്റെ ഹാഫ് കുക്കായിട്ട് ഇവിടെ നിന്നാണ് മെയിനായിട്ട് വരുന്നത്. ഇവിടുന്ന് കറക്റ്റ് ഹാഫ് കുക്ക് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് കുക്കായതിനു ശേഷം കൺവെയറിലൂടെ പാസ് ചെയ്തിട്ട് ഇത്ര സെൻറ്റിമീറ്റർ അളവിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തു. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ടെമ്പറേച്ചർ, ഇത് ഇതാണ് നമ്മളെ ഹാഫ് കുക്ക് ആവുന്ന ടൈമിങ്ങിൻ്റെ കാര്യങ്ങളും സെൻസറും. ഇതാണ് അതിൻ്റെ ടെമ്പറേച്ചറും, ഈ കല്ലിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും. ഇവിടെയാണ് നമ്മളെ ഇത് മെയിനായിട്ടുള്ള പാക്കിങ് ഫൈനൽ കാര്യം. ഇത് ഓൾറെഡി ഇത്ര ടെമ്പറേച്ചറിൽ ഒരു റൂം സെറ്റ് ചെയ്തു. കാരണം ഹീറ്റ് ആയിട്ട് വരുന്ന സാധനം ഒരു സ്പെഷ്യൽ ടെമ്പറേച്ചർ ഒക്കെ ഓൾറെഡി ഉണ്ട്. കാരണം എന്നാലേ ഇതിന് അല്ലേ. അതെ, ഇന്ത്യൻ നേവിയിലേക്ക് ഒരു പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഡീറ്റെയിൽ ക്വാളിറ്റി ചെക്കിങ് പാസ്സായതിനു ശേഷം മാത്രമാണ് അവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ചെക്കിങ്ങിൽ നമ്മൾ പാസ്സായി അവിടെ എൻട്രി ചെയ്ത് തന്നെ നമുക്ക് വലിയൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ നേവിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് പട്ടാളക്കാർക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന പാല് ഇളനാട എന്ന് പറയാൻ നമുക്ക് വളരെ അഭിമാനമാണ്. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആഗ്രോ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ ചപ്പാത്തി അതുപോലെ തന്നെ ദോശമാവ് ഇത് രണ്ടുമാണ്. ഇത് കഴിഞ്ഞ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ദോശമാവിൻ്റെ സെക്ഷനിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതോട്ട് കയറാൻ പോവുകയാണ്. എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കാം. ദോശമാവിൻ്റെ ഇതാണ് നമ്മൾ അരി അരക്കുന്ന ഭാഗം. ഇവിടുന്ന് അരി അരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇവിടെ അരിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഇവിടെ കഴിയും. ഇതിലൂടെ കഴിഞ്ഞ് നേരെ ബ്ലെൻഡറിലേക്കുള്ള ഇതാണ്. നമ്മൾ ഉറുദാൽ എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രൈൻഡറിലിട്ട് ഒരു മീഡിയം സൈസിൽ ഉറുദാലൊന്ന് അരച്ചതിന് ശേഷം നേരെ നമ്മളത് ടിൽറ്റ് ഗ്രൈൻഡറിലേക്ക് അയക്കും. ആ മെഷീനിലേക്ക് നമ്മൾ അവിടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളെ ഇതിൽ ബ്ലെൻഡറിലേക്ക് ആക്കുള്ളൂ. ഇതിലേക്ക് നമ്മൾ അതായത് ഇൻസ്റ്റൻറ്റ് ഗ്രൈൻഡർ എന്നുള്ള ഉറുദാൽ ഒരു മീഡിയം സൈസിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആക്കിയതിന് ശേഷമാണ് ഒരു ഉയർന്ന പോലെ രൂപത്തിൽ നല്ല രീതിയിൽ ആക്കുള്ളൂ. ഉയർന്നാണ് നമ്മൾ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയലും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ അരിയും ഇതും ഉറുദാലും കൂടി നമ്മളെ ബ്ലെൻഡറിലേക്കുള്ള മിക്സിംഗ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബ്ലെൻഡർ എന്ന് പറയുന്ന മെഷീനാണ്. ഇവിടെ രണ്ട് ഐറ്റംസും വരും. ഈ രണ്ട് ഐറ്റംസ് വന്ന ഒരു
10 to 20 മിനിറ്റ്സ് ഇതിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളും കൊടുക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഇത്ര ഗ്രാമിൽ ഇവിടെ നിന്ന് നേരെ ബ്ലെൻഡറിൽ നേരെ പാക്കിംഗ്, ഇതാണ് പാക്കിംഗ് മെഷീൻ. ഈ പാക്കിംഗ് മെഷീനിൽ നിന്ന് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എന്തെങ്കിലും കൂളിംഗ് ടമ്പ് ഉണ്ട്, ഇത് കൂളിംഗ് ഇതാണ്. അതായത് ദോശമാവ് നമ്മൾ കൂൾ റൂമിലേക്ക് ചെയ്യുന്നു, അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ടെമ്പറേച്ചറും കാര്യം. അപ്പോൾ ടെമ്പറേച്ചറിനെ ഒന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കൂളിംഗ് ടാങ്കിലേക്ക് ഇട്ടതിന് ശേഷം മാത്രമാണ് കൂൾ റൂമിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഡെസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു ബാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അസിഡിറ്റി, pH കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഈ ബാച്ച് പാക്കിങ്ങും കാര്യങ്ങളും അപ്രൂവ് ചെയ്യുള്ളൂ. ബാച്ച് ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇവിടെ QC ഓൾറെഡി QC ചെയ്തിട്ടുണ്ട്, ആ QC അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പാക്കിങ്ങിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക് മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും പോകുന്നുണ്ട്. ഇപ്പോൾ ബഹ്റൈൻ, ദുബായ്, ഖത്തർ, ഒമാൻ, അങ്ങനെ അവിടെ ഒരുവിധം എല്ലായിടത്തും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. മെയിനായിട്ട് ഗീ ആണ് അവിടെ എല്ലായിടത്തും പ്രസൻസിൽ ഉള്ളത്. പിന്നെ നമുക്ക് പോട്ട് പ്ലെയർ, ആൻഡമാൻ, അവിടേക്ക് നല്ല രീതിയിൽ നമ്മുടെ മിൽക്ക് ഒഴിച്ചുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഓൾറെഡി ഒരു അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ മാൽദീവ്സ്, സിംഗപ്പൂർ, അങ്ങനെ കുറേ കൺട്രീസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നല്ല എത്രത്തോളം കഴിയുന്ന അത്രത്തോളം നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്, വിപുലീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി.